നക്ഷത്രങ്ങളാൽ നിബിഡമായ ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതം ഏതെങ്കിലും ഒരു നക്ഷത്ര രശ്മിയാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാരതീയ ജ്യോതിഷം വിശ്വസിക്കുന്നത്. ആകാശമെന്ന മഹാപുസ്തകത്തിലെ ഏറ്റവും കൗതുകകരവും നിഗൂഢവുമായ ഒരു അധ്യായമാണ് മകയിരം അഥവാ മൃഗശീർഷം. 27 നക്ഷത്രങ്ങളിൽ അഞ്ചാമനായി നിലകൊള്ളുന്ന മകയിരം വെറുമൊരു നക്ഷത്രം എന്നതിലുപരി അനന്തമായ അന്വേഷണങ്ങളുടെയും ഒരിക്കലും അവസാനിക്കാത്ത ജിജ്ഞാസകളുടെയും പ്രതീകമാണ്. ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് മകയിരം നക്ഷത്രക്കാരുടെ സങ്കീർണവും എന്നാൽ മനോഹരവുമായ സ്വഭാവവിശേഷങ്ങളിലേക്കും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള സംഖ്യാശാസ്ത്ര രഹസ്യങ്ങളിലേക്കുമാണ്. പ്രത്യേകിച്ചും 2026 എന്ന വർഷം ഈ നക്ഷത്രക്കാർക്ക് നൽകുന്ന സവിശേഷമായ ഊർജത്തെ നാം ഇവിടെ വിശകലനം ചെയ്യുന്നു. മൃഗശീർഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാനിന്റെ തല എന്നാണ്. കാട്ടിലെ പുന്നാമ്പുകൾ തേടി അലയുന്ന ഒരു മാനിനെ പോലെ ജീവിതത്തിൽ എപ്പോഴും പുതിയ അറിവുകളും അനുഭവങ്ങളും തേടി സഞ്ചരിക്കുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. ഒരു മാൻ എങ്ങനെയാണോ എപ്പോഴും ജാഗരൂകനായിരിക്കുന്നത്, അതുപോലെ തന്നെ അതീവ ശ്രദ്ധാലുക്കളും ബുദ്ധിശാലിയുള്ളവരുമാണ് ഇവർ. നിഷ്കളങ്കമായ കണ്ണുകളും ശാന്തമായ മുഖഭാവവും ഇവർക്കുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും എന്തോ ഒന്ന് കണ്ടെത്താനുള്ള വെമ്പൽ ഇവർ സൂക്ഷിക്കുന്നു. ഈ അന്വേഷണം തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ചാലകശക്തി. ചിലപ്പോൾ അത് ആത്മീയമായ തേടലാകാം, മറ്റു ചിലപ്പോൾ അത് ഭൗതികമായ വിജയങ്ങൾക്കായുള്ള പരിശ്രമമാകാം. എങ്കിലും എവിടെയും തൃപ്തിയടയാതെ മുന്നോട്ട് നീങ്ങുക എന്നത് ഇവരുടെ പ്രകൃതമാണ്. മകയിരം നക്ഷത്രത്തിന്റെ സവിശേഷത അതിന്റെ ഘടനയിലാണ്. ആകാശമണ്ഡലത്തിലെ ഇടവം രാശിയുടെ അവസാന പകുതിയും മിഥുനം രാശിയുടെ ആദ്യ പകുതിയും ചേർന്നതാണ് ഈ നക്ഷത്രം. ഇതിന്റെ അധിപൻ ഊർജ്ജസ്വലനായ ചൊവ്വയാണ്. എന്നാൽ ഇടവത്തിന്റെ അധിപനായ ശുക്രന്റെ സൗന്ദര്യബോധവും മിഥുനത്തിന്റെ അധിപനായ ബുധന്റെ ബുദ്ധിശക്തിയും മകയിരം നക്ഷത്രക്കാരിൽ ഒത്തുചേരുന്നു. അതായത് ചൊവ്വയുടെ വീര്യവും ശുക്രന്റെ കലാവിലാസവും ബുധന്റെ യുക്തിചിന്തയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് മകയിരത്തിന്റേത്. ഈ ഗ്രഹസ്വാധീനങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗ്യ നമ്പറുകളെ നിർണ്ണയിക്കുന്നത്. മനുഷ്യജീവിതം സംഖ്യകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ വ്യക്തിക്കും പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങളുമായി ഒത്തുപോകുന്ന ചില ഭാഗ്യ നമ്പറുകൾ ഉണ്ട്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധിപഗ്രഹമായ ചൊവ്വയുടെ 9 എന്ന സംഖ്യ കരുത്തിന്റെ അടയാളമാണ്. എന്നാൽ 2026 എന്ന വർഷത്തിന്റെ ആകെ തുകയായ 1 മകയിരത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശകിരണം ചൊരിയുന്നു. ആകാശത്തിന്റെയും നേതൃത്വത്തിന്റെയും സംഖ്യയായ 1 പോരാട്ടത്തിന്റെ സംഖ്യയായ 9 തമ്മിലുള്ള ചേർച്ച 2026 മകയിരം നക്ഷത്രക്കാർക്ക് സുവർണ വർഷമാക്കി മാറ്റുന്നു. ഈ വീഡിയോയിൽ മകയിരം നക്ഷത്രക്കാരുടെ സ്വഭാവം വിവിധ ജീവിത മേഖലകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് നാം വിശദമായി ചർച്ച ചെയ്യും. അവരുടെ കരിയർ, പ്രണയം, സാമ്പത്തികം, ആരോഗ്യം എന്നിവയിൽ ഭാഗ്യ നമ്പറുകൾ എങ്ങനെ പ്രയോഗിക്കണം, 2026 പ്രത്യേക ഗ്രഹസ്ഥിതിയും സംഖ്യാശാസ്ത്രപരമായ മാറ്റങ്ങളും ഇവർക്ക് നൽകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, സ്വഭാവത്തിലെ പോരായ്മകളെ എങ്ങനെ സംഖ്യാശാസ്ത്ര പരിഹാരങ്ങളിലൂടെ മറികടക്കാം, ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമാണ് ഈ സമഗ്രമായ വീഡിയോ. മകയിരം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയാനും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഭാഗ്യത്തെ കൂട്ടുപിടിച്ച് വിജയത്തിന്റെ കൊടുമുടി കയറാനും ഈ വീഡിയോ തീർച്ചയായും സഹായിക്കും. മാനിനെ പോലെ ചടുലതയോടെ എന്നാൽ സിംഹത്തെ പോലെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ മകയിരം നക്ഷത്രത്തിന്റെ ഈ വിസ്മയ ലോകത്തിലേക്ക് നമുക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിന്റെ അധിപഗ്രഹവുമായി ബന്ധപ്പെട്ട ചില ഭാഗ്യ നമ്പറുകളുണ്ട്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. മകയിരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഇടവം രാശിയിലും രണ്ടാം പകുതി മിഥുനം രാശിയിലുമാണ് വരുന്നത്. അതിനാൽ ചൊവ്വയെ കൂടാതെ ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ 9 ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ നമ്പർ. 9, 18, 27 എന്നീ തീയതികൾ ഇവർക്ക് ശുഭകരമാണ്. ഇത് ഇവർക്ക് ഊർജവും ധൈര്യവും നൽകുന്നു. മകയിരം മിഥുനം രാശിയിൽ കൂടി ഉൾപ്പെടുന്നതിനാൽ ബുധന്റെ സംഖ്യയായ 5 ഇവർക്ക് ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും നൽകുന്നു. മകയിരം നക്ഷത്രക്കാരെ അന്വേഷകർ എന്ന് വിളിക്കാം. എപ്പോഴും പുതിയ അറിവുകൾക്കും അനുഭവങ്ങൾക്കും പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് ഇവർ. മാനിനെ പോലെ എപ്പോഴും ജാഗരൂകരും ചടുലതയുള്ളവരുമാണ് ഇവർ. നിഷ്കളങ്കമായ കണ്ണുകളും ആകർഷകമായ മുഖഭാവവും ഇവരുടെ പ്രത്യേകതയാണ്. സംശയാലുക്കളാണെങ്കിലും ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. ഏതു കാര്യത്തിലും ഒരു വ്യക്തത വരുത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. സത്യസന്ധതയും വിശ്വസ്തതയും ഇവരുടെ മുഖമുദ്രയാണ്. എന്നാൽ മനസ്സിലെപ്പോഴും ഒരു അശാന്തി നിലനിൽക്കുന്നത് ഇവരുടെ ഒരു പോരായ്മയാണ്. ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഗവേഷണം, അന്വേഷണം, എഴുത്ത്, അധ്യാപനം, സംഗീതം, അഭിനയം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ എഞ്ചിനീയറിംഗ്, പോലീസ്, സൈന്യം, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലും ഇവർ വിജയിക്കുന്നു. ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ കരാറുകൾ ഒപ്പിടാനോ 9, 5 എന്നീ സംഖ്യകൾ ഇവർക്ക് ഗുണകരമാണ്. കുടുംബത്തോട് വളരെയധികം സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുന്നവരാണിവർ. എങ്കിലും പങ്കാളിയുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുവരുടെ അമിതമായ സംശയപ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമറ്റ
രീതി ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആകാം. വീട് വാങ്ങുന്നതിനോ ഗൃഹപ്രവേശനത്തിനോ 9 എന്ന സംഖ്യ വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ സഹായിക്കും. മകയിരം നക്ഷത്രക്കാർക്ക് തൊണ്ട, കൈകൾ, ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും ഇവർ പാലിക്കണം. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് മുറിവുകളോ ചതവുകളോ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 2026 എന്ന വർഷം സംഖ്യാശാസ്ത്രപരമായി നോക്കിയാൽ അതിന്റെ ആകെ തുക 1 ആണ്. നമ്പർ 1 എന്നത് സൂര്യന്റെ സംഖ്യയാണ്. സൂര്യൻ അധികാരത്തിന്റെയും നായകത്വത്തിന്റെയും പ്രതീകമാണ്. 2026 വർഷസംഖ്യ 1 ആയതിനാൽ മകയിരം നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ വർഷമാണിത്. ചൊവ്വയും സൂര്യനും തമ്മിലുള്ള ബന്ധം ജ്യോതിഷപരമായി വളരെ ശക്തമാണ്. ഇത് ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി 1, 9, 5, 10, 19, 27, 28 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുക. അനുകൂലമായ നിറങ്ങൾ നോക്കുമ്പോൾ ചുവപ്പ്, പച്ച, വെള്ള എന്നീ നിറങ്ങൾ 2026 ഇവർക്ക് കൂടുതൽ ഊർജം നൽകും. ഓം സോമായ നമഃ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. 2026 സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ അമിതമായ ഈഗോ അല്ലെങ്കിൽ കോപം വരാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങളെ ബാധിച്ചേക്കാം. ഇവിടെയാണ് ഇവരുടെ ഭാഗ്യസംഖ്യയായ 9 തുണയ്ക്കുക. സംസാരത്തിൽ മിതത്വവും വിവേകവും കാണിക്കാൻ ബുധന്റെ സ്വാധീനം സഹായിക്കും. ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ ദാനം ചെയ്യുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണകരമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നക്ഷത്രത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവർ ചെയ്യുന്ന കർമ്മങ്ങളും. മകയിരം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നമ്പറുകൾ ഉപയോഗിച്ച് ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചില മേഖലകളിലൂടെ വിശദീകരിക്കാം. വിദ്യാർത്ഥികളായ മകയിരം നക്ഷത്രക്കാർക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. ഇവർ പഠനമുറിയിൽ 5 എന്ന സംഖ്യ വരുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് 5 മണിക്ക് പഠിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ പഠനമേശയിൽ 5 പച്ച നിറത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് ബുധന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. 2026 പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന മകയിരം നക്ഷത്രക്കാർ തുകയുടെ ആകെ തുക 9 അല്ലെങ്കിൽ 6 വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ലാഭമുണ്ടാക്കാൻ സഹായിക്കും. മകയിരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളികളെ കണ്ടെത്താൻ 6, 9 എന്നീ നമ്പറുകളിൽ ജനിച്ചവർ കൂടുതൽ അനുയോജ്യരായിരിക്കും. ഇവരുടെ വിവാഹ തീയതികളുടെ ആകെത്തുക 1 അല്ലെങ്കിൽ 6 വരുന്നത് ദാമ്പത്യ സൗഖ്യത്തിന് ഉത്തമമാണ്. മകയിരം നക്ഷത്രം അന്വേഷണത്തിന്റെയും അറിവിന്റെയും നക്ഷത്രമാണ്. ചൊവ്വയുടെ വീര്യവും ബുധന്റെ ബുദ്ധിശക്തിയും ശുക്രന്റെ സർഗാത്മകതയും ഒത്തുചേരുന്ന അപൂർവ വ്യക്തിത്വങ്ങളാണ് ഇവർ. സൗമ്യതയും അന്വേഷണത്വരയും ഒത്തുചേർന്ന സവിശേഷ വ്യക്തിത്വമാണ് മകയിരം നക്ഷത്രക്കാരുടേത്. ബുദ്ധിശക്തിയും കലാപരമായ കഴിവുകളും ഇവരുടെ മുതൽക്കൂട്ടാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ശരിയായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ സന്തോഷകരവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കാൻ മകയിരം നക്ഷത്രക്കാർക്ക് കഴിയും. സംഖ്യാശാസ്ത്രം എന്നത് ഒരു വഴികാട്ടിയാണ്. നമ്മുടെ കഠിനാധ്വാനവും പോസിറ്റീവായ ചിന്താഗതിയും ഭാഗ്യ നമ്പറുകളുടെ സ്വാധീനവും ചേരുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് 2026 വലിയ വിജയങ്ങളുടെ വർഷമായി മാറുമെന്നതിൽ സംശയമില്ല.